ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ദുർവാസാവ് മഹർഷിയുണ്ട്. ആ മഹർഷിയുടെ ശാപത്താൽ ഈ ദേവന്മാർക്ക് ജരാമരകൾ ബാധിച്ചു. അപ്പൊ അതിൽ വലിയ പ്രയാസമായി അവർക്ക്. അങ്ങനെ അവർ മഹാവിഷ്ണുവിനെ പോയി കാണുകയാണ്. അപ്പൊ മഹാവിഷ്ണു അവർക്കൊരു ഉപദേശം നൽകുന്നു, ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുന്നു. പാലാഴി എന്ന് പറയുന്ന ഒരു സമുദ്രം കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അമൃത് സേവിച്ചു കഴിഞ്ഞാൽ ഈ ജരാനരകളെല്ലാം മാറും, അമൃതത്വം ലഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പാലാഴി കടയാൻ തീരുമാനിക്കുന്നു. അതേസമയം അസുരന്മാരും ശ്രമിക്കുന്നുണ്ട് ഈ അമൃതനായി. അങ്ങനെ രണ്ട് ടീമായി ഒരു മാറുകയാണ്. അങ്ങനെ പാലാഴി കടയണം. അതിനായി മന്ധര പർവ്വതത്തെയാണ് ഈ കടക്കോലായി വെക്കുന്നത്. അങ്ങനെ മന്ധര പർവ്വതത്തെ കടക്കോലായി വെച്ചുകൊണ്ട് വാസുകി എന്ന് പറയുന്ന സർപ്പശ്രേഷ്ഠനെയാണ് ഈ കയറായി ഉപയോഗിക്കുന്നത്. ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരും ചേർന്ന് അങ്ങനെ പാലാഴി കടയാണ്. അങ്ങനെ കടഞ്ഞു വരുമ്പോൾ ഈ മന്ധര പർവ്വത ഒരു ഘട്ടത്തിൽ ഈ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകാൻ പോകുന്നുണ്ട്. ആ സമയത്ത് മഹാവിഷ്ണു കൂർമാവതാരം എടുത്ത് ഈ മന്ധര പർവ്വതത്തെ സമുദ്രത്തിനടിയിൽ താങ്ങി നിർത്തുന്നുണ്ട്. പിന്നെയും കടയുന്നു. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഈ പാലാഴിയിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങി. അതിൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ കാളകൂടം എന്ന് പറയുന്ന മഹാവിഷം, കൊടിയ വിഷം, അത് പുറത്തേക്ക് വരുന്നു. അത് ഈ പ്രപഞ്ചത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന വിഷമാണ് എന്ന് മനസ്സിലാകുന്നു. അതിന്റെ വിഷപ്പുകയേറ്റ് ഈ അസുരന്മാരും ദേവന്മാരും ഒക്കെ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ പേടിച്ച് ഇവർ നേരെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി പറയുകയാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അപ്പൊ ബ്രഹ്മാവ് പറയുന്നു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ പരമശിവൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി പരമശിവന്റെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഈ പ്രപഞ്ചം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അത് പോകാതിരിക്കാൻ വേണ്ടി ഈ വിഷത്തെ ഞാൻ സേവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ ഈ വിഷമെടുത്ത്, കാളകൂട വിഷമെടുത്ത് കുടിക്കുകയാണ്. ആ സമയത്ത് ഭാര്യയായ പാർവതി ദേവി ഇത് കണ്ട് വലിയ ആശങ്കയിലാവുന്നു. ഓടിപ്പോയി ഈ കഴുത്തിൽ പിടിക്കുകയാണ്, കണ്ഠത്തിൽ പിടിക്കുകയാണ്. അങ്ങനെയും പറയുന്നുണ്ട്. അതേസമയം കണ്ഠത്തിൽ പിടിക്കുന്നു. ഇത് പുറത്തേക്ക് പോകാതിരിക്കാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷം, കാളകൂട വിഷം, ഈ കൊടിയ വിഷം ഈ കണ്ഠത്തിൽ ഇങ്ങനെ ഉറച്ചു പോകുന്നു. അവിടെ നീല നിറമാവുന്നു. അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന പേര് പരമശിവന് ലഭിക്കുന്നത്. ഇതൊരു കഥയാണ്. അന്നേ ദിവസം പാർവതി ദേവിയും മറ്റു ദേവിമാരെല്ലാം ഈ ശിവന്റെ ആരോഗ്യത്തിനായി വേണ്ടി പ്രാർത്ഥിച്ചു. ഉറക്കം വിളിച്ചിരുന്ന ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നൊരു കഥയുണ്ട് നമ്മുടെ പുരാണത്തിൽ. അതാണ്, ആ രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്.